ഹലോ നമസ്കാരം, ഞാൻ ചന്ദ്രു. ഞാനിപ്പോൾ വേളാങ്കണ്ണി ചർച്ചിലാണ്. തമിഴ്നാട്ടിലെ വേളാങ്കണ്ണിയിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ യേശുവിൻ്റെ വലിയ പ്രതിമ നമ്മളെ സ്വാഗതം ചെയ്യുന്നു. മേരി മാതാവൊപ്പം യേശു. ഇതാണ് ഹോളി പാത്ത്. ഇവിടെ നിന്ന് നമുക്ക് പഴയ വേളാങ്കണ്ണി ചർച്ച് കാണാം. ഇതാണ് വേളാങ്കണ്ണി മെയിൻ ചർച്ച്. നമുക്ക് ഫസ്റ്റ് വേളാങ്കണ്ണി ഓൾഡ് ചർച്ചിൽ പോകാം. ഇവിടെ എവിടെ നോക്കിയാലും മരിയ വാഴ്ക, ആവേ മരിയ എന്ന് എഴുതിയിരിക്കുന്നു. ഈ പാതയിൽ ഇരുവശത്തിലും യേശുവിൻ്റെയും മറിയത്തിൻ്റെയും നിരവധി പ്രതിമകൾ കാണാം. യേശു ഹോളി ക്രോസ് ചുമക്കുന്ന കാഴ്ച. ജീസസ് പീസ് ഇൻ ദ ആർംസ് ഓഫ് ഹിസ് മദർ. ഇതാണ് മോർണിംഗ് സ്റ്റാർ ചർച്ച്. ഇവിടെ നിന്ന് നമുക്ക് പഴയ വേളാങ്കണ്ണി പള്ളിയെ കാണാം. ഇത് ഹോളി പാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് വേളാങ്കണ്ണി മെയിൻ ചർച്ച് കാണാം. മോർണിംഗ് സ്റ്റാർ ചർച്ച്, വിടിയർകാളை വിൻമീൻ ആലയം. ഈ വശത്തിൽ നോക്കിയാൽ യേശുവിൻ്റെ വലിയ പ്രതിമ കാണാം. കന്യാമറിയത്തിൻ്റെ നാമത്തിലാണ് ഈ പള്ളി പണിതത്. കാണാൻ വളരെ ഗംഭീരമാണ്. നമുക്ക് പള്ളിയുടെ അകത്തെ നോക്കാം. കാണാൻ വളരെ മനോഹരമാണ്. ഈ പള്ളിയുടെ ഉള്ളിൽ ഒരു വലിയ ഹാളുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് മേരി മാതാ കാണാം. മേരി മാതാ കുഞ്ചായ യേശുവിനെ കയ്യിൽ പിടിച്ചിരിക്കുന്നു. ഇവിടുത്തെ ജനലുകളും വാതിലുകളും കാണാൻ വളരെ മനോഹരമാണ്. ഈ കണ്ണാടിയിലെ പെയിൻറ്റിങ് കാണാൻ മനോഹരമാണ്. ഇതാണ് ചർച്ച് പെയിൻറ്റിങ്സ്. ഈ അമ്മയെ കാണാൻ വളരെ മനോഹരമാണ്. കുഞ്ചായ യേശുവിനെ കയ്യിൽ പിടിച്ചിരിക്കുന്നു. ഇതാണ് മോർണിംഗ് ചർച്ചിൻ്റെ അകത്ത് വ്യൂ. വലിയ ഹാളാണ്. ഇതാണ് ഓൾഡ് വേളാങ്കണ്ണി ചർച്ച്, പഴയ വേളാങ്കണ്ണി ചർച്ച്. വേളാങ്കണ്ണി മാതാവ് ആദ്യമായി കുളത്തിനരികിൽ പ്രത്യക്ഷപ്പെട്ടത് ഈ സ്ഥലത്തിലാണ്. ശക്തമായ കൊടുങ്കാറ്റിൽ നിന്ന് പോർച്ചുഗീസ് നാവികരെ കടലിലെത്താൻ സഹായിച്ചത് മേരി മാതാവാണ്. കപ്പലിൽ ഉണ്ടായിരുന്ന പോർച്ചുഗീസ് നാവികർക്ക് കന്യമറിയ നൽകിയ ദർശനമായത്. മേരി മാതാ ബോട്ടിൽ നിൽക്കുന്ന കാഴ്ചയാണ് ഇത്. ഓൾഡ് വേളാങ്കണ്ണി ചർച്ചിൻ്റെ വ്യൂ. ഇത് അവർ ലേഡീസ് ടാങ്ക്. ആദ്യമായി മേരി മാതാ പശുക്കളെ മേയ്ക്കുന്ന ഒരു ആൺകുട്ടിയുടെ മുന്നിൽ കുളത്തിനരികിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട ആ സ്ഥലമാണ് ഇത്. ഇവിടെ പ്രസാദമായി ഹോളി വാട്ടർ, ഹോളി ആയി നൽകും. നമുക്കിപ്പോൾ മെയിൻ ചർച്ചിലേക്ക് പോകാം. ഈ സ്ഥലത്തിൻ്റെ 4 മൂലകളായി 4 പള്ളികളുണ്ട്. ഇതാണ് മെയിൻ ചർച്ച്. ഇതാണ് ജീസസിൻ്റെ ചർച്ച്. ഈ ചർച്ചിൻ്റെ അകത്ത് ധാരാളം ബൈബിളുകൾ, ബുക്സ് കാണാം. വേളാങ്കണ്ണി ബസ് സ്റ്റോപ്പ് സമീപമുള്ള ഒരു പള്ളിയാണിത്. ഇതാണ് വേളാങ്കണ്ണി മെയിൻ ചർച്ച്, ബസിലിക്ക ഫോർ ലേഡി ഓഫ് ഗുഡ് ഹെൽത്ത്. ഇരുവശത്തും പടികളോട് ഈ പള്ളി ദൃശ്യമാക്കുന്നു. ഈ പള്ളി കാണാൻ വളരെ മനോഹരമാണ്. നമുക്ക് ഈ പള്ളിയെ ചുറ്റി നോക്കാം. ഈ ചർച്ചിൻ്റെ ജനലുകളും വാതിലുകളും കാണാൻ വളരെ മനോഹരമാണ്. ഈ പള്ളിക്ക് 4 വശങ്ങളിലും 4 പ്രവേശന കവാടങ്ങളുണ്ട്. ഈ വശത്ത് കാഴ്ച മനോഹരമാണ്. ഈ വേളാങ്കണ്ണിയിൽ മാതാവ് നിരവധി അത്ഭുതങ്ങൾ ചെയ്തു. ആവേ മരിയ എന്ന് എഴുതിയിരിക്കുന്ന ഒരു ബിൽഡിംഗ്. ഇതാണ് ചർച്ച് മ്യൂസിയം. ഇതാണ് ചർച്ചിയുടെ മുഖപ്പ് തോറ്റം. ഇപ്പോൾ ഇവിടെ തിരക്കില്ല എങ്കിലും മോർണിംഗ് ആൻഡ് ഈവനിങ് ഇവിടെ തിരക്കാണ്. ബി വിത്ത് us, O Mother, along the way, guide every step we take.
ഫ്രാൻസിലെ ലൂർദിലുള്ള പള്ളിയുടെ ആഗ്രഹത്തിലാണ് ഈ പള്ളിയുടെ പടിഞ്ഞാറൻ മുഖം നിർമ്മിച്ചിരിക്കുന്നത്. കന്യാമറിയത്തിൻ്റെ ജന്മദിനമായ സെപ്റ്റംബർ 8 ഇവിടെ പെരുന്നാൾ ആഘോഷിക്കുന്നു. ഇവിടെ പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും മാനസികവും ശാരീരികമായ അസുഖങ്ങൾ സുഖപ്പെടുത്തുന്നതിനാൽ മേരിയെ ആരോഗ്യത്തിൻ്റെ അമ്മയായി കണക്കാക്കുന്നു. ഇവിടെ നിന്ന് നമുക്ക് മേരി മാതാവിനെ കാണാം. നമുക്ക് ഈ പള്ളിയെ ചുറ്റി നോക്കാം. ഇതാണ് പള്ളിയുടെ കൊടിക്കമ്പം. ഈ പള്ളിയെ നമുക്ക് ചുറ്റി നോക്കാം. ആ വശത്തിൽ നോക്കിയ അതേ സെയിം വ്യൂ. ഇപ്പോൾ എക്സിറ്റ് ഗേറ്റിലാണ്. ഈ വശത്ത് കാഴ്ച വളരെ മനോഹരമാണ്. ആദ്യം നമുക്ക് വേളാങ്കണ്ണി ബീച്ചിലേക്ക് പോകാം. ഇതാണ് ബീച്ച് റോഡ്. വേളാങ്കണ്ണി മാതാ പള്ളിയിലേക്ക് എതിർവശത്താണ് ഈ ബീച്ച്. ഇവിടെ ധാരാളം കടകളുണ്ട്. നമുക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. ഇതാണ് ബീച്ച് വ്യൂ. കാണാൻ വളരെ മനോഹരമാണ്. ഈ കടൽ തീരം വളരെ നീണ്ടതാണ്. ഇവിടെ തമിഴ്നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫേമസ് ടൂറിസ്റ്റ് സ്പോട്ടാണ് ഇത്. ഇവിടെ നമുക്ക് കടലിൽ കുളിക്കാം. ഇപ്പോൾ തിരക്കില്ല, ബട്ട് ഹോളിഡേയ്സിൽ ഇവിടെ വളരെ തിരക്കാണ്. ഈ തിരമാലകൾ കാണാൻ വളരെ മനോഹരമാണ്. ഇവിടെ നിന്ന് നമുക്ക് ബീച്ച് നോക്കുമ്പോൾ എവിടെ നോക്കിയാലും തിരമാലകളാണ്. ഓക്കെ, നമുക്ക് പോവാം. നമുക്ക് ഇവിടുത്തെ കടകൾ കാണാം. ഇവിടെ ധാരാളം ഷോപ്സ്, ഹോട്ടൽസ് ഉണ്ട്. ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അൺടിൽ ബൈ ഫ്രം ചന്ദ്രു.